ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഇന്നും ഡി മണി എന്ന ഡിണ്ടിഗൽ മണി ബാലമുരുകൻ SIT ചോദ്യം ചെയ്തേക്കും. താൻ വജ്രവ്യാപാരിയാണെന്നും അതിനാലാണ് ഡയമണ്ട് മണി എന്ന പേര് വന്നതെന്നും ഡി മണി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതേസമയം ഡി മണിയും സംഘവും കേരളത്തിൽ 1000 കോടി രൂപയുടെ പുരാവസ്തു വിഗ്രഹ ഇടപാട് ലക്ഷ്യമിട്ടെന്നാണ് പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. ഷഫീദ് റാവത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നു. ഷഫീദ്, അപ്പോൾ ഡി മണിയുണ്ട്, അയാൾക്ക് ഇടപാടുകളും ഉണ്ട്. അശ്മി, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്ത പേരാണ്, അല്ലെങ്കിൽ കേരളം കേട്ട പേരാണ് ഡി മണി എന്നുള്ളത്. ആരാണ് ഡി മണി എന്നുള്ള ചോദ്യത്തിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തിരുന്നു. ഈ ദാവൂദ് മണി, ദുബൈ മണി എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടിയാണ് SITക്ക് അകത്ത് തന്നെയുള്ളൊരു പ്രത്യേക സ്ക്വാഡ് ചെന്നൈ കേന്ദ്രീകരിച്ച് ഇയാളെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തി നൽകിയ വിദേശ വ്യവസായിയായിരുന്നു ഡി മണി അടക്കമുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് SITക്ക് മൊഴിയായി നൽകിയത്. അതിൽ പറയുന്ന കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നതിനപ്പുറത്തേക്ക് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം കടൽ കടത്തി എന്നുള്ളതായിരുന്നു. അത് വിൽപ്പന നടത്തി. അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘത്തിന് ഇതിൽ പങ്കുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡി മണി എന്നയാളാണ് തിരുവനന്തപുരത്തെത്തി പണം നൽകിയത്. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് പണം കൈമാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ഒരു ഉന്നതനുമായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നടക്കമുള്ള വിശദമായിട്ടുള്ള മൊഴിയാണ് ഈ വിദേശ വ്യവസായി നൽകിയത്. ശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിൽ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഡി മണിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ഡി മണി എന്നാൽ ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകനാണ്. ഇയാൾ ഡി മണി എന്ന് ഇയാളെ വിശേഷിപ്പിക്കാനുള്ള കാരണം, ഇയാൾ ഈ വജ്രവ്യാപാരം, ഡയമണ്ട് മണി എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ, വജ്രവ്യാപാരം വർഷങ്ങളായി നടത്തുന്നയാളാണ്. മാത്രമല്ല അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള, അന്താരാഷ്ട്ര ലിങ്കുകളുള്ള ഒരു വ്യവസായിയാണ് നടത്തുന്ന സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ SITയുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ചെന്നൈ നഗരം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ അന്വേഷണം. ചെന്നൈ നഗരത്തിലുള്ള ഇയാളുടെ ഓഫീസിൽ വെച്ച് ഇന്നലെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മൊഴിയെടുക്കൽ, ഒരു പ്രാഥമിക വിവരശേഖരണം അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അയാൾ തന്നെ പറയുന്നുണ്ട്, തനിക്ക് ഡി മണി എന്ന് പേര് വീഴാനുള്ള കാരണം താനൊരു ഡയമണ്ട് വ്യാപാരി ആയതുകൊണ്ടാണ്, ഡയമണ്ട് മണി എന്നാണ് അതിന് കാരണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നില്ല SIT. ഇന്ന് വീണ്ടും ഡി മണിയെ പ്രവാസി വ്യവസായി പറയുന്നതിന്റെ അതിൽ വസ്തുതയുണ്ടെന്ന് തെളിയാണ്. ഡി മണി എന്നൊരാളുണ്ട്, അയാൾക്ക് വജ്രവ്യാപാരമാണ്, അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ പ്രവാസി വ്യവസായി ബാക്കി പറയുന്ന മൊഴി 1000 കോടിയുടെ ഇടപാടുകൾ ഈ ഡി മണി ലക്ഷ്യമിട്ടു. ശബരിമല മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു. അങ്ങനെയാണെങ്കിൽ എവിടുന്നൊക്കെ വിഗ്രഹങ്ങൾ കടത്തിയെന്നും എന്തൊക്കെ കടത്തിയെന്നും നമ്മൾ ഒരു അന്വേഷണം തുടങ്ങുന്നത് വലിയ ഒരു കടലിലേക്കാണ് അന്വേഷണം ഇറങ്ങാൻ പോകുന്നത്. അന്വേഷണം ആ വഴിക്ക് പോവുകയാണെങ്കിൽ ഷഫീ. ഹഷ്മി, നമുക്ക് ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിലും SITയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായും വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു രമേശ് ചെന്നിത്തല SITയെ സമീപിക്കുകയും ഈ വിദേശ വ്യവസായിയെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഡി മണി എന്ന ഒരാൾ ഉണ്ടെന്നും അയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാളെന്നും ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിദേശ വ്യവസായി പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് 2020 ഒക്ടോബർ 26 ഡി മണി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടോ, മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇയാൾക്ക് ഈ പറയുന്ന ഇയാളുടെ ഒരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള SITയുടെ അന്വേഷണം, അതൊക്കെയാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക, സ്ഥിരീകരിക്കാൻ നിർണായകമാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ഈ വിദേശ വ്യവസായം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതിൽ കേരളം ലക്ഷ്യമിട്ടുകൊണ്ട് ഡി മണിയും ഈ വിഗ്രഹ കടത്ത് സംഘവും ചേർന്ന് 1000 കോടി രൂപയുടെ കൊള്ളയാണ് അവർ പ്ലാൻ ചെയ്തത്, ആസൂത്രണം ചെയ്തത്. അത് ശബരിമലയിൽ മാത്രമല്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമടക്കം ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ രീതി അത് നടന്നില്ല, അതിൻ്റെ എക്സിക്യൂഷൻ നടന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കേവലം സ്വർണ്ണമോഷണമല്ല, അതിനപ്പുറത്തേക്ക് വലിയ വലിയ വിഗ്രഹക്കൊള്ള ഈ വിഷയത്തിൽ നടന്നു എന്നുള്ളതാണ് ഈ വിദേശ വ്യവസായിയുടെ മൊഴി. അതടക്കം മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊരു പെരുങ്കടലിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. SITയെ സംബന്ധിച്ച് അടഞ്ഞുകിടന്ന വാതിൽ തുറന്നിട്ട അവസ്ഥയാണ്. കാരണം മറ്റൊരു വഴിയാണ്. നേരത്തെ തന്നെ നമ്മൾ പലയാവർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ സുഭാഷ് കപൂർ മോഡൽ 2ാം ഇടക്കാല റിപ്പോർട്ടിന് ശേഷം കോടതി തന്നെ നിരീക്ഷിച്ച കാര്യമാണ്. അപ്പോൾ അതൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത്, അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ള, ഇതൊക്കെ നമുക്ക് സംശയിക്കാം. പക്ഷെ അതൊക്കെ ആധികാരികമായി SIT സ്ഥിരീകരിക്കണം. ഏതായാലും ഇന്നത്തെ ഡി മണിയുടെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകും. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ, അന്വേഷണ സംഘത്തിന് പുതിയ തെളിവുകൾ ലഭിച്ചെങ്കിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായി മാറുകയും ചെയ്യും. അതേസമയം നാളെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന N വിജയകുമാർ, അതേപോലെ തന്നെ നമുക്കറിയാവുന്ന 2 പേർ, ആ 2 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ 2 തവണ ഇവരെ KP ശങ്കരദാസിനെയും ചോദ്യം ചെയ്തതാണ്. എന്നാൽ ഈ
രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ നാളെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നാൽ അത് മറ്റൊരു ബ്രേക്ക് ത്രൂ ആവും. അങ്ങനെ പലതരത്തിലുള്ള കേട്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.